ആര്യയുടെ ബർത്ത്ഡേക്ക് ഒരു പാട്ടാവാം. ഞാൻ പാട്ട് പാടില്ല. ഞാൻ പിന്നെ ഇപ്പൊ ഇത് ആര്യയുടെ ആയതുകൊണ്ട് ഞാൻ എഴുതി വരി ആയതുകൊണ്ട് ഒന്ന് മൂളി വന്നേ ഉള്ളൂ. ലിറിക്സിന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഒരു 4 ലൈൻ ആര്യയെ കുറിച്ച്. അയ്യോ, എന്നെ പറ്റി ഞാൻ തന്നെ ട്യൂൺ ചെയ്യണം എന്നിട്ട്. MJ സർ ഹെൽപ്പ്. അതിന്റെ നോവൽറ്റി അതാണ്. അയ്യോ. ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി, മനസ്സിനുള്ളിൽ ഓടിക്കയറിയ പുന്നാരക്കിളി. അയ്യോ, പറഞ്ഞോ കുഴപ്പമില്ല. എന്ത് ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി, മനസ്സിനുള്ളിൽ ഓടിക്കയറിയ പുന്നാരക്കിളി, സുന്ദരിയാണവൾ. അയ്യോ വേണ്ട വേണ്ട ശശിമ, ഞാൻ അധികം ഓർമ്മിച്ച് വെക്കാൻ പറ്റും. MJ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് മീനൂട്ടീനെ പോലെ. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ വിറച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇന്ന് വിറയുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ആവുന്നു, മുട്ടുകാലിട്ട് അടിക്കുകയായിരിക്കും. ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി, അതിൽ പോരട്ടെ. മനസ്സിനുള്ളിൽ ഓടിക്കേറിയ പുന്നാരക്കിളി, പുന്നാരക്കിളി. അപ്പൊ പോരട്ടെ ഈണം. ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി, മനസ്സിനുള്ളിൽ ഓടിക്കേറിയ പുന്നാരക്കുട്ടി. മതിയോ? മതിയല്ലേ? അത് കൊള്ളാം. അതാണ് ബർത്ത്ഡേ സോങ്. ക്യാപ്റ്റൻ, യെസ്, എന്റെ വക കുറച്ച് ഗിഫ്റ്റ് ഉണ്ടേ, കൊണ്ടുവരട്ടെ. ആര്യ ചേച്ചി ഞാൻ വിഷ് ചെയ്തോലില്ല. ഹാപ്പി ബർത്ത്ഡേ ആര്യ ചേച്ചി. ചക്കരമ്മ. ഈ 1900s ആദ്യം നമ്മുടെ ഭാരതത്തിന്റെ ഒരു പാട്ടുകാരി ഉണ്ടായിരുന്നു. അവരുടെ പേര് ഗൗഹർ ജാൻ എന്നായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ട് ഗ്രാമഫോൺ റെക്കോർഡിൽ വന്ന വോയിസ് എന്ന് പറയുന്നത് അവരുടെയാണ്. അത് 1890s 1903 ആ സമയത്താണ്. അപ്പോൾ അന്നൊക്കെ അവരുടെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അന്ന് അവർ വാങ്ങിച്ചിരുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 3000 rupees ആയിരുന്നു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുട് പ്രിൻറ്റ്സിൽ, നമ്മുടെ ലെഗസിയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ആ ഗൗഹർ ജാനിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ആര്യ അതുപോലെ ആയിത്തീരണമെന്നാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് ആവണമെന്നാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല പല ലാംഗ്വേജസ് പാടി 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 ലോകം മൊത്തം പറന്ന് നടക്കുന്ന ഒരു വലിയ പാട്ടുകാരിയായിട്ട് മാറട്ടെ നമ്മുടെ ആര്യ എന്ന് ഈ അവസരത്തിൽ ഈ ബർത്ത്ഡേക്ക് ഞാൻ ആശംസിക്കുകയാണ്. ഗൗഹർ ജാനും ഫ്രഞ്ചിലൊക്കെ പാടിയിട്ടുണ്ട്. ഫ്രഞ്ച്, ഹിന്ദി, തെലുങ്ക്, ഗുജറാത്തിയിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ 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 കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ആര്യ. ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ ഒരു കുഞ്ഞുമകളോട് എന്ന പോലെയുള്ള സ്നേഹത്തിലാണ് ഇത് തരുന്നത്. ഇത് ലെജൻഡ്സ് എന്ന് പറയുന്ന ഒരു പാട്ട് പെട്ടിയാണ്. ദിവസവും രാത്രി പാട്ടുകൾ കേട്ട് കടന്നുറങ്ങാൻ പറ്റും. എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, അതാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഇതൊരു പുസ്തകമാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. ഇത് എൻ്റെ ചിന്തകളെ ഒരുപാട് മാറ്റി മറിച്ച ഒരു പുസ്തകമാണ്. അതും ഈ മകൾക്ക് ഞാൻ കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലെസ്. ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ ആര്യക്കുട്ടിയെ ഒരു 4-5 വർഷമായിട്ട് ശ്രദ്ധിക്കുന്നു. സ്മ്യൂളിലും ഒക്കെ പാടി എൻജോയ് ചെയ്തിടുന്ന, അതായത് ആ ചെയ്യുന്ന വർക്കിനോടൊരു ഭയങ്കര സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ആര്യക്കുട്ടിയെ നോട്ട് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷേ ഒരേ വേദിയിൽ നമ്മൾ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ പാട്ടും പാടിയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. അതിനു മുമ്പ് ഒരു കവിത ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ വൈറലായി. അങ്ങനെ ആര്യക്കുട്ടീനെ നമ്മുടെ വേദിയിൽ, ടോപ്പ് സിംഗറിന്റെ വേദിയിൽ എൻ്റെ അടുത്ത് തന്നെ ഒരു ജഡ്ജായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനായിട്ട് ഇരിക്കാനുള്ള ആര്യക്കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു. വളരെ ബബ്ലി ആയിട്ടുള്ള, മ്യൂസിക്കലി വളരെ ഹൈ ആയിട്ടുള്ള ഒരു ആര്യക്കുട്ടി. വളരെയധികം സന്തോഷം. ലെറ്റ്സ് ഓൾ വിഷ് ഹർ എ വെരി ഹാപ്പി ബർത്ത്ഡേ ആൻഡ് എ വെരി ബ്രില്യന്റ് ഫ്യൂച്ചർ. അപ്പൊ ഞങ്ങളുടെ ആര്യ ചേച്ചിക്ക് ഒത്തിരി 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 ചക്കര ഉമ്മ വിത്ത് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.